സ്ത്രീകൾക്ക് മയ്യത്ത് നിസ്കാരം ശറഅ അനുവദിച്ചിട്ടില്ല. അങ്ങനെ പള്ളി കൊണ്ടുവന്നിട്ടാണ് ആയിഷ ബീവിയും അതേപോലെ തന്നെ റസൂലുള്ളാഹിന്റെ ഭാര്യമാരെ നിസ്കരിക്കുന്നത്. ഉഹദ് പർവ്വതം കണ്ടവർക്കറിയാം, ഏകദേശം ഒരു 7 കിലോമീറ്ററോളം ദീർഘമുള്ള. അപ്പോൾ നമ്മളെ വീടിൻ്റെ അവിടെ നിന്ന് 7 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഏകദേശം എത്ര ഉണ്ടെന്ന് വെറുതെ ആലോചിച്ചാൽ മതി. അത്ര വലുപ്പമുള്ളൊരു പർവ്വതമാണ് ഉഹദ് എന്ന് പറഞ്ഞാൽ. അതിൻ്റെ ഉയരവും നീളമൊക്കെ നോക്കി കഴിഞ്ഞാൽ വലിയൊരു പർവ്വതമാണ്. ആ പർവ്വതത്തിൻ്റെ അത്ര പ്രതിഫലം നിസ്കരിച്ചൊരു വ്യക്തിക്ക് കിട്ടുമെന്ന് പറഞ്ഞാൽ അപ്പോൾ നമുക്ക് മനസ്സിലാവും ഈ പറഞ്ഞതിൻ്റെ ഗൗരവം എത്ര വലുതാണെന്നുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട 2 ഹദീസ് ഗ്രന്ഥങ്ങളാണ് ഇമാം ബുഖാരിയുടെയും ഇമാം മുസ്ലിമിൻ്റെ ഹദീസ് ഗ്രന്ഥങ്ങൾ. അതുപോലും ഇയാൾ വായിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ചെറിയ ധാരണ വിഷയത്തിലുണ്ടായിരുന്നെങ്കിൽ ഇയാളത് പറയില്ലായിരുന്നു എന്നാണ്. ആദ്യം നമുക്കൊരു വീഡിയോ ക്ലിപ്പിലേക്ക് പോയിട്ട് അതിലേക്ക് വരാം. നിസ്കരിക്കുന്ന അങ്ങോട്ട് കാണിക്കുകയാണ്, ഞങ്ങളൊക്കെ നിസ്കാരക്കാരാണ്, ഒരു സംഭവമാണെന്ന് കാണിക്കുക. സത്യത്തിൽ അവരറിയുന്നില്ല സ്ത്രീകൾക്ക് മയ്യത്ത് നിസ്കാരം ശറഅ അനുവദിച്ചിട്ടില്ല. ആവശ്യമില്ലാത്ത സുബൈ പോയി കരിക്കുങ്ങൾ. രാവിലെ സുബൈ കരിച്ചിട്ടുണ്ടോ? സുബൈ നമസ്കാരം നിർവഹിക്കാതെ, ദുഹർ നമസ്കരിക്കാതെ, അസർ നമസ്കരിക്കാതെ, നിങ്ങളുടെ മേൽ നിർബന്ധമാക്കപ്പെട്ട നമസ്കാരങ്ങളും അതിനു മുമ്പും ശേഷവും ഉള്ളതാകുന്ന റവാത്തിബാകുന്ന സുന്നത്ത് നമസ്കാരങ്ങൾ നിർവഹിക്കാതെ എന്തിന് നിങ്ങൾ ദീനിൽ കൂട്ടിക്കൊണ്ടുവരണം? നിങ്ങൾ എന്തിനാ കൂട്ടുന്നത് ആവശ്യമില്ലാതെ? ദീൻ ഇവിടെ പൂർണ്ണമാണ്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. അതല്ലേ ഹജ്ജത്തുൽ വദാഇൽ വെച്ചുകൊണ്ട് ആദരവായ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതി വെച്ചത് അതല്ലേ? നബി തങ്ങൾ ഒറ്റ ഹജ്ജ് ചെയ്തിട്ടുള്ളൂ. ആ പരിശുദ്ധ പ്രവാചകൻ അവിടെ വെച്ചുകൊണ്ട് ഓതിക്കൊടുക്കുകയാണ്, ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഇതാ ദീൻ പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു. ആ ദീനിലേക്ക് ആവശ്യമില്ലാത്ത ഒന്നും കൂട്ടണ്ട. നിങ്ങളുടെ നിസ്കാരമൊന്നും ഇവിടെ നിങ്ങൾ മയ്യത്ത് നിസ്കരിക്കണ്ട. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഖുർആൻ ഓതിക്കോ, ദിക്ർ ചൊല്ലിക്കോ, എന്നിട്ട് ആ മയ്യത്തിന് വേണ്ടി ഹദിയ ചെയ്യും. നിങ്ങൾക്ക് പറ്റുന്ന ജോലി ചെയ്യും. ഇവിടെ അങ്ങനെ ഉണ്ടോ? മയ്യത്ത് നിസ്കാരം ഉണ്ടോ? ഇങ്ങനെ കടന്നു വരുന്നുണ്ട്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഒക്കെ ശ്രദ്ധിക്കണം, ഞാൻ സാന്ദർഭമായി ഓർമ്മപ്പെടുത്തിയതാണ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. നമ്മുടെ ഭാര്യ സന്താനങ്ങൾ എല്ലാവരെയും അള്ളാഹു സാലിഹ്യങ്ങളിലും സാലിഹാത്തുകളും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. കേട്ടല്ലോ, കുമ്മനം അസ്ഹരി എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ മയ്യത്തസ്കാരവുമായി ബന്ധപ്പെട്ട് ദീന് പൂർത്തീകരിച്ചിട്ടുണ്ട്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പൂർത്തീകരിച്ചിട്ടുണ്ട്. അത് ഹറാമാണ്, ബിദ്അത്താണ് എന്നാണ് അദ്ദേഹം അത് സമർത്ഥിക്കുന്നത്. മയ്യത്തസ്കാരം. അപ്പോൾ നമ്മുടെ നാട്ടിലിപ്പോൾ മയ്യത്ത് സ്ത്രീകൾ നിസ്കരിക്കാറുണ്ട്. അപ്പോൾ എന്താണ് ഇതിൻ്റെ നിജസ്ഥിതി എന്താണ്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലമ തസ്ലീമൻ കസീറ. ഇവിടെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയും സഹാബത്ത്, റസൂലിൻ്റെ സഹാബ വനിതകൾ ഇവരൊക്കെ നമുക്ക് മാതൃക കാണിച്ചു തരികയും ചെയ്ത ഒരു പ്രബലമായ സുന്നത്ത്, അത് ബിദ്അത്താണെന്നും ശറയിലില്ലാത്തതാണെന്നും പറഞ്ഞ് അതിന് ആയത്തും ഓതി വലിയ വായിൽ പ്രസംഗിക്കുകയാണ് ഇവിടെ മുസ്ലിയാർ, കുമ്മനം അസ്ഹരി എന്ന് പറയുന്ന ഈ മുസ്ലിയാർ ചെയ്തത്. ഇവിടെ ഇവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനം തന്നെ ദീനിൽ ഉള്ള കാര്യങ്ങൾ ജനങ്ങളത് ചെയ്യുന്നതിനെ തടയുകയും, ഇപ്പോൾ സ്ത്രീപള്ളി പ്രവേശം, അങ്ങനെ ഒരുപാട് സംഗതികൾ, സ്ത്രീകൾക്ക് മയ്യത്ത് നിസ്കരിക്കുക, അതിനെ ജനങ്ങളെ ശക്തമായിട്ട് തടയുക, റസൂലുള്ളാഹിയും സഹാബത്തൊക്കെ കാണിച്ചു തന്ന സുന്നത്തുകളെ, ഇല്ലാത്തത് ആയത്തും ഹദീസും ഓതി സമർത്ഥിക്കുകയും ചെയ്യും. ഇപ്പം തന്നെ ഇവിടെ അദ്ദേഹം അവസാനമായി പറഞ്ഞത് അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി എന്ന ആയത്ത് ഓതിയിട്ട് ഇത് റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടില്ല. എന്ത് മയ്യത്ത് നിസ്കാരം റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടില്ല. ഈ ആയത്തോട് സമർത്ഥിക്കുകയാണ് അദ്ദേഹം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, പിന്നെ നിങ്ങൾ എന്ത് ചെയ്തോ? മയ്യത്തിന് വേണ്ടി ഖുർആൻ ഓതിക്കോ, അതേപോലെ തന്നെ ഹദിയ ചെയ്തോ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോ സഹാബത്തോ ഒരു മരണപ്പെട്ട ആൾക്ക് വേണ്ടി മയ്യത്തിന് ഖുർആൻ ഓതിന് എന്ത് തെളിവുള്ളത്? അപ്പോൾ ഇല്ലാത്തത് ആയത്തോതി സമർത്ഥിക്കുകയും ഉള്ളത് ബിദ്അത്താണ്, ശറയിൽ ഇല്ല, ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്ന് പിന്നെ ജനങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യുന്ന ദുരവസ്ഥയാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരുന്നത്. യഥാർത്ഥത്തിൽ ഇദ്ദേഹം പറഞ്ഞ ദീനിലൊരു തെളിവില്ല, എവിടെയും കാണാൻ പറ്റില്ല. ഇതിൽ ദീനുൽ ഇസ്ലാമിലെ ഹദീസുകൾ, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ്, ഏറ്റവും പ്രധാനപ്പെട്ട 2 ഹദീസ് ഗ്രന്ഥങ്ങളാണ് ഇമാം ബുഖാരിയുടെയും ഇമാം മുസ്ലിമിൻ്റെ ഹദീസ് ഗ്രന്ഥങ്ങൾ. അതുപോലും ഇയാൾ വായിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ചെറിയ ധാരണ വിഷയത്തിലുണ്ടായിരുന്നെങ്കിൽ ഇയാളത് പറയില്ലായിരുന്നു എന്നാണ്. എന്ന് മാത്രമല്ല, സമസ്തക്കാരായ പണ്ഡിതന്മാർ എഴുതി വെച്ചതും ചരിത്രവും റസൂലുള്ളാഹിൻ്റെയും സഹാബത്തിൻ്റെയും, റസൂലുള്ളാഹിൻ്റെ വഫാത്ത്, അതേപോലെ തന്നെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിൻ്റെ മരണങ്ങൾ, അതിന് അവിടെ അതാണ് റസൂലിൻ്റെ സഹാബ വനിതകൾ നമസ്കരിച്ചത്. ചരിത്രത്തിലും ആ ബോധമില്ല, അതേപോലെ തന്നെ ഹദീസും ഇദ്ദേഹത്തിന് അറിയില്ല. ദീനും ഒട്ടും അറിയാതെ സംസാരിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. നിങ്ങൾ നോക്കൂ, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയായ നമ്മുടെ ഉമ്മയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ, അവർ
സഅദ് ബിൻ അബി വക്കാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം മരിച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ മയ്യത്ത് പള്ളിയിലേക്ക് കൊണ്ടുവന്ന് വെച്ചെന്ന് പറഞ്ഞാൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീടും അഥവാ നമ്മുടെ ഉമ്മമാരുടെ വീട് അതിൻ്റെ തൊട്ടടുത്താണ് പള്ളി. തൊട്ടടുത്തെന്ന് പറഞ്ഞാൽ ഒരു ചുമരിൻ്റെ അപ്പുറത്തുമാണ്. അപ്പോൾ ഹദീസിൽ കാണാം, ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന ഹദീസ് 2296 ഹദീസാണ്. അൻ ഉബാദത്ത് ബിൻ അബ്ദില്ല ബിൻ സുബൈർ അന്ന ആയിഷ ബി റളിയല്ലാഹു അൻഹ അമറത്ത് അൻ യമുറ ബി ജനാസത്തി സഅദ് ബിൻ അബി വക്കാസിൻ ഫിൽ മസ്ജിദ്. സഅദ് ബിൻ അബി വക്കാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ജനാസ പള്ളിയിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞു. എന്തിനു വേണ്ടിയിട്ടാണ്? ഫതുസില്ലിയ അലൈഹി, അവർക്ക് വേണ്ടി നിസ്കരിക്കാൻ വേണ്ടി, അഥവാ റസൂലുള്ളാഹി ആയിഷ ബി റളിയല്ലാഹു അൻഹയ്ക്ക് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന് വെക്കണം. എന്നിട്ട് കൊണ്ടുവന്ന് വെച്ചു, നിസ്കരിച്ചു. മറ്റൊരു ഹദീസിൽ കാണാം, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ കാണാം 2297 ഹദീസ്. ആയിഷ ബി റളിയല്ലാഹു അൻഹ മാത്രമല്ല, ലമ്മ തൂഫിയ സഅദ് ബിൻ അബി വക്കാസിൻ അർസല അസ്വാജു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യമുറു ബി ജനാസതിഹി ഫിൽ മസ്ജിദി. റസൂലുള്ളാഹിൻ്റെ ഭാര്യമാരെല്ലാവരും പറഞ്ഞു, സഅദ് ബിൻ അബി വക്കാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ജനാസയോടെ ഞങ്ങൾക്ക് നിസ്കരിക്കാൻ വേണ്ടി കൊണ്ടുവന്ന് തരണമെന്ന്. അങ്ങനെ പള്ളിയിൽ കൊണ്ടുവന്നപ്പോൾ എന്നിട്ട് അവർ നമസ്കരിച്ചു. ഫയസുല്ലീന അലൈഹി, സഹാബത്ത് കൊണ്ടുവന്നു, അവർ നിസ്കരിച്ചു. അന്ന് കാലഘട്ടത്തിൽ മയ്യത്തിൻ്റെ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ മുസല്ലയിൽ നിന്നും, മുസല്ല എന്ന് പറഞ്ഞാൽ അവിടുത്തെ നിസ്കരിക്കാനുള്ള പെരുന്നാൾ നമസ്കാരത്തിനും ഗ്രണ നിസ്കാരത്തിനൊക്കെയുള്ള ഗ്രൗണ്ട് ഉണ്ട്, ഈദ്ഗാഹ് ഉണ്ടല്ലോ, അവിടെ വെച്ചാണ് മയ്യത്ത് നിസ്കരിക്കുന്നത്. വീട്ടിൽ വെച്ച് നിസ്കരിക്കും, അവിടെ വെച്ച് പള്ളി നിസ്കരിക്കൽ കുറവാണ്. അങ്ങനെ പള്ളി കൊണ്ടുവന്നിട്ടാണ് ആയിഷ ബീവിയും അതേപോലെ തന്നെ റസൂലുള്ളാഹിൻ്റെ ഭാര്യമാരെ നിസ്കരിക്കുന്നത്. അപ്പോൾ ആളുകൾ പറഞ്ഞു, എന്താണിത് പള്ളി കൊണ്ടുവന്നത്? സാധാരണ പള്ളി കൊണ്ടുവരലില്ലല്ലോ. അപ്പോൾ ആളുകൾക്കിടയിൽ ചെറിയൊരു ഒരു അഭിപ്രായ വ്യത്യാസം പള്ളി കൊണ്ടുവന്നതിന്. അപ്പോൾ ആയിഷ ബി റളിയല്ലാഹു അൻഹ പറയാണ്, അന്നന്നാസ ആബു ദാലിക ഫഖാലു മാ കാനത്ത്, ഈ ആളുകൾ പറഞ്ഞു, മാ കാനത്തിൽ ജനാസത്തു യുദ്ഖിൽന ബിഹൽ മസ്ജിദ്, പള്ളിയിലേക്ക് സാധാരണ മയ്യത്ത് കൊണ്ടുവരാറില്ലല്ലോ. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഫലമ്മ ദാലിക ഫബലഗ ദാലിക ആയിഷത ഫഖാലത്ത് മാ അസ്റഅ അന്നാസ ഇലാ അൻ യഈബു മാ ലാ ഇൽമ ലഹും ബിഹി. ജനങ്ങളെ അവസ്ഥ എന്താണ്? ഓൽക്കൊരു അറിവില്ലാത്ത വിഷയത്തിൽ ഓല് ചാടിക്കയറി അഭിപ്രായം പറയാണല്ലോ. എന്നിട്ട് ആയിഷ ബീവി പറയുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സുഹൈൽ ഇബ്നു ബൈളാ എന്ന സഹാബിയുടെ മയ്യത്ത് പള്ളിയിൽ വെച്ച് നിസ്കരിച്ച് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? വിവരമില്ലാതെ എന്തെങ്കിലും പറയണം. ഈ ആയിഷ ബി റളിയല്ലാഹു അൻഹ നമ്മുടെ ഉമ്മ പറഞ്ഞതാണ് ഈ മുസ്ലിയാരോട് നമുക്ക് പറയാനുള്ളത്. ഒരു വിവരവുമില്ല, ഒരു സംഗതി പഠിച്ചിട്ടുമില്ല. എന്നിട്ട് ഈ ജഹാലത്ത് വിളമ്പാണ്. എന്താണ് ഈ ജഹാലത്ത് വിളമ്പാൻ ജനങ്ങൾ ഇങ്ങനെ ജഹാലത്ത് വിളമ്പണത്? ഇത് സാധാരണക്കാരല്ല, ഇതിപ്പോൾ പണ്ഡിതന്മാരായിട്ട് ജനങ്ങൾക്ക് മതം പഠിപ്പിച്ചു കൊടുക്കുന്ന പണ്ഡിതന്മാരാണ്. അപ്പോൾ റസൂലുള്ളാഹി സഅദ് ബിൻ അബി വക്കാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ മയ്യത്തിന് വേണ്ടി നമ്മുടെ ഉമ്മമാർ, റസൂലുള്ളാഹിൻ്റെ ഭാര്യമാർ, ആയിഷ ബി റളിയല്ലാഹു അൻഹ അടക്കം ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഞങ്ങൾക്ക് നിസ്കരിച്ചിട്ട് കൊണ്ടുപോയാൽ മതി എന്ന് പറഞ്ഞ് നിസ്കരിക്കണം. അപ്പോൾ എത്ര ഗൗരവത്തോടു കൂടിയാണ് നമ്മളതിൽ മനസ്സിലാക്കേണ്ടത്, ഈ സുന്നത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ന് മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ ഈ വിഷയം ഒരുപാട് ഹദീസ് ഗ്രന്ഥങ്ങളിൽ വന്നു. മുസ്ലിം ഞാനിവിടെ പറഞ്ഞു 2297, 96, 98 ഇതൊക്കെ ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുകയാണ്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇപ്പോൾ ഷാഫി മദ്ഹബിലെ പണ്ഡിതന്മാർ, ഞങ്ങൾ ഷാഫി മദ്ഹബ് ആരാണെന്ന് പറയുന്ന ആളുകളാണ് ഇവർ. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി ഇതിന് വിശദീകരണം എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഉദ്ധരിച്ച, ഇത് ചെയ്തിട്ടുള്ള അല്ലാഹു റസൂലിൻ്റെ സഹാബ വനിതകൾ, ഇതിനെ അംഗീകരിച്ച സഹാബികൾ, അതേപോലെ തന്നെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു. മുൻഗാമികളായ സലഫ് സ്വാലികളായ ഷാഫി മദ്ഹബിലടക്കമുള്ള ധാരാളക്കണക്കിന് പണ്ഡിതന്മാർ ഇത് എഴുതി വെച്ചു. ഇവരൊക്കെ എന്താണ്? ഷറയിൽ ഇല്ലാത്ത കാര്യം പഠിപ്പിച്ച ആളാണ്, ബിദ്അത്തുകാരാണ്, ഈ ആയത്തിൻ്റെ അർത്ഥം തിരിയാത്ത ആൾക്കാരാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, എത്ര ഗൗരവമാണ് ഇയാൾ പറയുന്നത്. വിവരമില്ലെങ്കിൽ മിണ്ടാതിരുന്നൂടെ? അള്ളാഹിൻ്റെ ദീനിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു സുന്നത്ത് അത് തടയാണ്, ദീന് പൊളിക്കാണ് ഇവിടെ ചെയ്യുന്നത്. എന്ന് മാത്രമല്ല, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോൾ ബിദായ വൻ നിഹായ എന്ന ഇബ്നു കസീർ റഹ്മത്തുള്ളാഹിയുടെ വിഖ്യാതമായ ഗ്രന്ഥമാണ്, നമുക്കെല്ലാവർക്കും അറിയാം. ഈ ഗ്രന്ഥത്തിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിവായത്തുണ്ട്, ലമ്മ മാത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ഖില റിജാലു ഫസല്ലു അലൈഹി ബിഗൈരി ഇമാമിൻ അർസാലൻ ഹത്താ ഫറഗു. റസൂലുള്ളാഹിൻ്റെ മയ്യത്തിൻ്റെ അടുക്കുന്ന ഓരോരുത്തരായിട്ട് ഇങ്ങനെ നിസ്കരിച്ച് പോവാണ്. ആദ്യം ആണുങ്ങൾ വന്ന് നിസ്കരിച്ചു. സുമ്മ ഉദ്ഖില നിസാഉ ഫസല്ലീന, പിന്നെ ഫസല്ലൈന അലൈഹി, പിന്നെ റസൂലുള്ളാഹിൻ്റെ സഹാബ വനിതകൾ റസൂലുള്ളാഹിക്ക് വേണ്ടി നിസ്കരിക്കണം.
ഓരോ ഒറ്റക്കൊറ്റക്ക് വന്ന് നിസ്കരിക്കുന്നു. എന്നിട്ട് ചെറിയ കുട്ടികൾ വന്നു അവർ നിസ്കരിക്കുന്നു. അപ്പോൾ ബിദായ നിഹായിലെ ഉദ്ധരണിയാണ്, ചരിത്രത്തിലുള്ളതാണ്. ഇതേ സംഭവം തന്നെ ബൈഹഖി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സുനൽ കുബ്രയിൽ 7156 ഹദീസായി കൊണ്ടുവരും. ഇതും നമുക്ക് ഹദീസ് ഗ്രന്ഥങ്ങൾ കാണുന്നത്. എന്ന് മാത്രമല്ല, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉമ്മു അബ്ദ് എന്ന് പറയുന്ന ഒരു സഹാബി മരിച്ചു. അദ്ദേഹത്തിന് ഉമ്മ നിസ്കരിച്ചിട്ടില്ല. അപ്പോൾ ഉമ്മ നിസ്കരിക്കാൻ വേണ്ടി മയ്യത്തെടുക്കാതെ ഉമ്മ നിസ്കരിക്കാൻ വേണ്ടി കാത്തുന്നു എന്നാണ്. എവിടെയാണുള്ളത്? ഇവിടെ മജ്മു സവായിദിൽ കാണാൻ സാധിക്കും, മറ്റു ഹദീസ് ഗ്രന്ഥങ്ങളിലൊക്കെ കാണാൻ സാധിക്കുന്നു. മാത്രമല്ല, ഇതിന് ഹെഡിങ് കൊടുത്തിട്ടുള്ളത് ബാബു സലാത്തി നിസായി ഫിൽ അലൽ ജനായിസ്, പെണ്ണുങ്ങൾ മയ്യത്തിന് വേണ്ടി നിസ്കരിക്കുന്നു എന്നാണ് അതിന് അദ്ദേഹം തന്നെ കൊടുത്തിട്ടുള്ളത്. എന്താണ്? അൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇൻതളറ ഉമ്മ അബ്ദിൻ ഹത്താ സ്വല്ലത്ത് അലാ ഉത്ബക്ക് വേണ്ടി നിസ്കരിക്കുന്ന വേണ്ടി അവിടെ ഉമ്മ അബ്ദിന് വേണ്ടി ആ പെണ്ണ് നിസ്കരിക്കാൻ വേണ്ടി സഹാബാവിനെ നിസ്കരിക്കാൻ വേണ്ടി കാത്തുന്നു എന്നാണ് ഇവിടെ ഹദീസിലുള്ളത്. ഇനി മാത്രമൊന്നുമല്ല, ഷാഫി മദ്ഹബിൽ പണ്ഡിതന്മാരെന്താ ഈ വിഷയത്തിൽ പറയുന്നത്? ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ വിഖ്യാതമായ ഗ്രന്ഥമാണ് ഷറഉൽ മുഹദ്ദബ് എന്ന് പറയുന്ന ഗ്രന്ഥം. ആ ഗ്രന്ഥത്തിൽ സ്ത്രീകൾ മയ്യത്ത് നിസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള അതിൻ്റെ വിധികളും അതിൻ്റെ കാര്യങ്ങളും അതിൻ്റെ ഹുക്കുമുകളും പഠിപ്പിക്കുന്ന സമയത്ത് അദ്ദേഹം പറയാണ്, ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ഷാഫി മദ്ഹബിലെ രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്ന പണ്ഡിതനാണ്. വഅമ്മൻ നിസാഉ ഫൈൻ കുന്നമ റിജാലി സ്വല്ലൈന മുഖദ്ദിയാത്തിൻ ബി ഇമാമിൻ റിജാലി. സ്ത്രീകൾ പുരുഷന്മാരെ കൂടെയാണെങ്കിൽ പുരുഷന്മാരെ ബാക്കിൽ പുരുഷന്മാരെ പിൻപറ്റിക്കൊണ്ട് നിസ്കരിക്കണം. വഇൻ തംഹദന ഖാല ഷാഫി വൽ മുസന്നിഫ് വൽ അസ്ഹാബ് ഉസ്തഹിബ അൻ യുസല്ലീന മുൻഫരിദാത്തിൻ കുല്ലു വാഹിദിൻ വഹദഹ. ഇനി ഇവർ മാത്രമാണെങ്കിൽ, ആണുങ്ങളില്ല, ഈ പെണ്ണുങ്ങൾ മാത്രമാണെങ്കിൽ അവർ ഒറ്റക്കൊറ്റക്ക് നിസ്കരിക്കട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, ഒറ്റക്കൊറ്റക്ക് നിസ്കരിക്കുന്നതിനേക്കാളും നല്ലത് ജമാഅത്തായിട്ട് തന്നെ നിസ്കരിക്കുകയാണ്. ഒ യംബഗി അൻ തുസന്ന ലഹുന്നൽ ജമാഅത്തു കജമാഅത്ത് ഇന്ന ഫി ഗൈരിഹ. ഒറ്റക്ക് നിസ്കരിക്കണേക്കാളും നല്ല എപ്പോഴും ജമാഅത്തായി നിസ്കരിക്കണമല്ലോ. അപ്പോൾ ജമാഅത്തായിട്ട് തന്നെ ഒരു പെണ്ണ് ഇമാം എന്നിട്ട് ജമാഅത്തായിട്ട് നിസ്കരിക്കുന്നതാണ് ആ വിഷയത്തിൽ ഏറ്റവും നല്ലത് എന്ന് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഹദീസ് പറഞ്ഞു, അതേപോലെ തന്നെ ചരിത്രം പറഞ്ഞു. ഷാഫി മദ്ഹബിലെ പണ്ഡിതന്മാരുടെ രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്ന നമ്മുടെ നേതാവായ ഇമാം നവവിയുടെ ഉദ്ധരണി പറഞ്ഞു. ഇനി കേരളത്തിലെ സമസ്തക്കാർ വിഷയത്തിൽ എന്താ എഴുതിയിട്ടുള്ളത്? സമസ്തക്കാർ എഴുതിയത് നമുക്കൊന്ന് കാണാൻ സാധിക്കും. എന്തൊക്കെയാണ് അവർ ഈ വിഷയത്തിൽ പഠിപ്പിച്ചിട്ടുള്ളതെന്ന് നമ്മൾ നോക്കാം. ഇവിടെ ജലീൽ സഖാഫി പുല്ലാര സമസ്തക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എഴുത്തുകാരനാണ്. അദ്ദേഹം പറയാണ്, ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി മുസ്ലിം ലോകത്തിൻ്റെ 2-ാം നൂറ്റാണ്ടിലെ മുജദ്ദിദ് എന്നറിയപ്പെടുന്ന ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മയ്യത്ത് നമസ്കരിക്കാൻ വേണ്ടി ബീവി നഫീസത്തിൽ മിസ്രിയോട് വസിയത്ത് ചെയ്തിരുന്നു. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി അന്നത്തെ അവിടെ ജീവിച്ചിരിക്കുന്ന പണ്ഡിതയാണ് നഫീസത്തുൽ മിസ്രിയ. അപ്പോൾ ഇമാം ഷാഫി അവരോട് എന്ത് ചെയ്തിരുന്നു? വസിയത്ത് ചെയ്തിരുന്നു, എനിക്ക് വേണ്ടി നിസ്കരിക്കണം. ഇതാരാണ് എഴുതുന്നത്? സമസ്തക്കാരെ പണ്ഡിതന്മാരാണ് എഴുതുന്നത്. തീർന്നിട്ടില്ല. AP വിഭാഗത്തിലെ മുഫ്തിയും അവരുടെ മുഹദ്ദിസുമാണ് നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ. അപ്പോൾ പൂങ്കാവനം മാസികയിൽ ഒരു കുടുംബ മാസികയാണ്. അപ്പോൾ സ്ത്രീകൾ മയ്യത്ത് നിസ്കരിക്കുന്നതിൻ്റെ വിധി എന്താണെന്ന് അദ്ദേഹത്തോട് ചോദിച്ചു. ഇവരെ മുഫ്തിയോട് ചോദ്യം. അപ്പോൾ അദ്ദേഹം പറയാണ്, ചോദ്യം: മയ്യത്തിനെ പള്ളിയിലേക്ക് എടുക്കുന്നതിന് മുമ്പായി സ്ത്രീകൾ വീട്ടിൽ വെച്ച് മയ്യത്ത് നിസ്കരിക്കാമോ? ഈ നിസ്കാരത്തിൻ്റെ വിധി എന്താണ് എന്നാണ് ചോദ്യം. മയ്യത്ത് നമസ്കാരം ഫർള് കിഫയായ നമസ്കാരമാണ്. ഒരാൾ ചെയ്താൽ എല്ലാവരും കുറ്റത്തിൽ നിന്നും ഒഴിവാവുകയും ചെയ്യും. ആരും ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരാവുകയും ചെയ്യും. സ്ത്രീകൾ വീട്ടിൽ വെച്ച് തന്നെ മയ്യത്ത് നമസ്കാരം നിർവഹിക്കാം. ഇത് മിക്ക സ്ഥലത്തും പതിവുള്ളതാണ്, അതിന് കുഴപ്പമില്ല. ഇവർ സാധാരണ പറയൽ എന്താണെന്ന് വെച്ചാൽ, ആണുങ്ങൾ നിസ്കരിക്കുന്നതിന് മുമ്പായിട്ട് പെണ്ണുങ്ങൾ നിസ്കരിക്കാൻ പാടില്ല. AP സമസ്തക്കാരൊക്കെ എപ്പോഴും പറയുന്ന വർത്താനാണ്. തീരെ നിസ്കരിക്കാൻ പാടില്ല എന്നവർ പോലുള്ള ആളുകൾ പറയും. അതിൽ വൈരുദ്ധ്യം പറയും, ആണുങ്ങൾ നിസ്കരിക്കുന്നതിന് മുമ്പ് നിസ്കരിക്കാൻ പാടില്ല എന്ന് പറയും, സ്ത്രീകൾ ജമാഅത്തായി നിസ്കരിക്കാൻ പാടില്ല എന്ന് പറയും. ഇതിനൊക്കെ തെളിവ് ഇപ്പോൾ നമ്മളിവിടെ ഹദീസുകളിൽ വായിച്ചു. ഇങ്ങനെ കൊട്ടക്കണക്കിന് കാര്യങ്ങൾ ഇവർ തന്നെ എഴുതിയിട്ടുണ്ട്. കാന്തപുരം സമസ്തയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പണ്ഡിതൻ അദ്ദേഹം പറയാണ്, ആധുനിക പ്രശ്നങ്ങൾ ഫിഖഹിലൂടെ എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം വിഷയം കൈകാര്യം ചെയ്തപ്പോൾ, സ്ത്രീകൾ മയ്യത്ത് നിസ്കരിക്കലും അത് ജമാഅത്തായി നിർവഹിക്കലും സുന്നത്താണ്. സ്ത്രീകൾ മയ്യത്ത് നിസ്കരിക്കലും അത് ജമാഅത്തായിട്ട് നിസ്കരിക്കലും സുന്നത്താണ്. അപ്പോൾ ഇങ്ങനെ വ്യക്തമായി കൊണ്ട് തന്നെ അവർ എഴുതിയിട്ടുണ്ട്. അവർ അംഗീകരിക്കുന്ന ഉംദ എന്ന ഗ്രന്ഥം, അതിൻ്റെ പരിഭാഷയിൽ ആ ഗ്രന്ഥത്തിൽ തന്നെ പറയുന്നുണ്ട്. അതേപോലെ തന്നെ OM തിരുവണ മയ്യത്ത് നിസ്കാരവുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്,
കുളിച്ച് കഴിഞ്ഞ് മയ്യത്ത് കൊണ്ടുപോകുന്നതിന് മുമ്പ് വീട്ടിനകത്ത് തന്നെ സൗകര്യമുണ്ടാക്കി പെണ്ണുങ്ങൾക്കും നിസ്കരിക്കാം. ഭയങ്കരമാണ് പറയാം. അതെ. പിന്നെ എന്തിനാണ് ഇവരിത്? അവരുടെ ഗ്രന്ഥങ്ങൾ പോലും ഒരു വായിച്ചു നോക്കിയിട്ടില്ല, ആയത്തും ഹദീസും പരിശോധിച്ചിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഒരുപാട് തെളിവുകൾ ഈ വിഷയത്തിലുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഏറ്റവും സങ്കടകരമായൊരു കാര്യം, ഒരു ഭർത്താവ് മരണപ്പെട്ടു, 60-70 കൊല്ലം പ്രിയപ്പെട്ട ഭാര്യ അവരുടെ കൂടെ ജീവിച്ചു, അവൾക്ക് വേണ്ടി ജീവിച്ച, അവരുടെ മക്കൾക്ക് വേണ്ടി ജീവിച്ച അവരുടെ പ്രിയപ്പെട്ട ഭർത്താവിന് വേണ്ടി അള്ളാഹുവിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് അള്ളാഹു മഗ്ഫിർ ലഹു വർഹംഹു, പടച്ചറബേ എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ പുറത്തു കൊടുക്കണമെന്ന് കരൾ പൊട്ടി നെഞ്ചു പൊട്ടിക്കൊണ്ട് പ്രാർത്ഥിച്ചാൽ അള്ളാഹ് കേൾക്കണ പ്രാർത്ഥനയാണ്. ആ ഭാര്യയ്ക്ക് നമസ്കരിക്കാൻ അവകാശമില്ല. അതേപോലെ തന്നെ വാപ്പ മരിച്ചിട്ടുണ്ടെങ്കിൽ പെൺകുട്ടിയൊക്കെ നിസ്കരിക്കാൻ, ഉമ്മ മരിച്ചാൽ ഒരു പുരുഷായുസ് മുഴുവൻ തങ്ങളെ വളർത്താൻ വേണ്ടി തങ്ങൾക്ക് വേണ്ടി ജീവിച്ച പ്രിയപ്പെട്ട വാപ്പ നൊന്ത് പ്രസവിച്ച് ഞങ്ങളെ വളർത്തി വൈദ്യൊക്കെ പ്രിയപ്പെട്ട ഉമ്മയ്ക്ക് വേണ്ടി നിസ്കരിക്കാൻ അനുവദിക്കണില്ല. അതാണ് മുസ്ലിം പ്രസംഗിച്ചത്. എന്തൊരു അക്രമമാണ് ഇവർ ഉമ്മത്തിനോട് ചെയ്യുന്നത്. ഇതിലും വലിയ ദുൽമ ഇതിലും വലിയ ദുൽമ ആരാണ് ചെയ്തിട്ടുള്ളത് ഈ ഉമ്മത്തിനോട്? പ്രിയപ്പെട്ട ഉമ്മക്ക് വേണ്ടി, പ്രിയപ്പെട്ട ഉപ്പക്ക് വേണ്ടി ഒരു പെൺകുട്ടിക്ക് നിസ്കരിക്കാൻ പറ്റില്ല എന്ന്, നിസ്കരിക്കാൻ പാടില്ല, ഹറാമാണ്, ബിദ്അത്താണ് എന്നാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇത്ര ക്രൂരമായിട്ടാണ് ഈ പണ്ഡിതന്മാർ ഇവിടെ ഉമ്മത്തിൻ്റെ വിഷയത്തിൽ ഇടപെടുന്നത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഈ ദീനിനെ ഇക്കോലത്തിൽ വികലമാക്കുന്ന ഈ പുരോഹിതന്മാരുടെയും പണ്ഡിത വേഷധാരികളുടെയും തൊട്ടൂരങ്ങൾ അർഹിക്കുന്ന അവജ്ഞയോടുകൂടി തള്ളിക്കളഞ്ഞ് ദീനനുസരിച്ച് ജീവിക്കാൻ നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. തീർച്ചയായിട്ടും പ്രമാണബദ്ധമായ തെളിവുകൾ, അതുപോലെ തന്നെ ചരിത്രത്തിൻ്റെ തെളിവുകൾ ഇവിടെ ഷുറൈ സലഫി അവതരിപ്പിക്കേണ്ടായി. ഈ സാധാരണ നമ്മൾ പറയാറുണ്ട്, നെയ്യപ്പത്തിൽ നെയ്യില്ല എന്ന് പറയുന്നത് പോലെ ദീനിലെന്തില്ല, ഇവർക്ക് ഒരു പിടിപാടുമില്ല. അതെ, ഇത്രയും പ്രാധാന്യം. ഇപ്പം സഹാബ വനിതകളും ആയിഷ ബീവിയും ഒക്കെ മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് കൊണ്ടുവന്നു എന്ന് പറയുമ്പോൾ ഇതിന് വളരെ പ്രാധാന്യമുണ്ട്. മുസ്താഖ് അലിക്കുമി അതിൻ്റെ പ്രാധാന്യം നമ്മൾ ആളുകൾക്കൊന്ന് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. 2-3 വിഷയങ്ങളുണ്ട്. ഒന്ന് പുസ്തകം സൂചിപ്പിച്ച ഹദീസിൽ തന്നെ അത് പ്രവാചകൻ്റെ വഫാത്തിന് ശേഷമാണ് ഈ സംഭവം നടക്കുന്നത് എന്ന് പറഞ്ഞാൽ എല്ലാ ആയത്തും ഇറങ്ങി. ഇപ്പോൾ അദ്ദേഹം ഓതിയ അല്യവും അക്കുമലത്തിലൊക്കെ ആയത്തൊക്കെ ഇറങ്ങിക്കഴിഞ്ഞു, ഇനി നെസ്റ്റ് ചെയ്തു, അത് ദീന് പൂർത്തിയായി കഴിഞ്ഞു. അതിനുശേഷമാണ് ആയിഷ ബീവിയും മറ്റു ഭാര്യമാരൊക്കെ ഇത് പ്രവർത്തിക്കുന്നത്. മാത്രമല്ല ഇതൊരു ചെറിയ കാര്യമല്ലല്ലോ, ഒരു മയ്യത്ത് നിസ്കരിക്കുക എന്ന് പറഞ്ഞ ഉസ്താദ് പറഞ്ഞ പോലെ പിന്നെ അവസാനമായി നമ്മുടെ ആ മയ്യത്തിന് വേണ്ടി നിർവഹിക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അവരെ ഖബറിലേക്ക് മണ്ണിലേക്ക് ഇറക്കി വെക്കണ മുമ്പേ അവർക്ക് വേണ്ടി നിർവഹിക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നാണ് ഓലെ മുന്നിൽ വെച്ച് നിസ്കരിക്കുക എന്നുള്ളത്. അത് ദീന് വിലയ്ക്കൊരു കാര്യമല്ല, ദീന് അനുവദിച്ച എന്ന് മാത്രമല്ല വലിയ പ്രതിഫലങ്ങൾ എടുത്തു പറഞ്ഞൊരു കാര്യമാണ്. അപ്പം അതിൻ്റെ പ്രതിഫലങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എത്ര ഗൗരവപ്പെട്ട കാര്യമാണ് അവർ പറഞ്ഞു കൊടുക്കണം എന്നുള്ളത്. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന റഹിമഹുല്ലാ അവർ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഹക്കുൽ മുസ്ലിമി അലൽ മുസ്ലിമി ഖംസുൻ, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനോട് കാണിക്കേണ്ടുന്ന 5 ബാധ്യതകളുണ്ട്. അതിലൊന്ന് റദ്ദുസ്സലാം, ഒന്ന് സലാം അടക്കുക, ഇയാദത്തുൽ മരീദ്, രോഗിയായ സന്ദർശിക്കുക, മൂന്നാമത് പറഞ്ഞ ഇത്തിബാഉൽ ജനായിസ്, ജനാസയെ അനുഗമിക്കുക, നിസ്കാരടക്കമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക എന്നുള്ളത് ഒരു മയ്യത്തിനോട് കാണിക്കണം, അല്ലെങ്കിൽ മുസ്ലിമിനോട് കാണിക്കണമെന്ന ബാധ്യതയാണ് എന്ന് മഹാനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. മറ്റൊരു ഹദീസിൽ കാണാം, ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് ഉദ്ധരിക്കണം, മാമിൻ റജുലിൻ മുസ്ലിമിൻ യമൂത്തു ഫയഖൂമു അലാ ജനാസത്തിഹി 40 റജുലൻ. ഇവിടെ 2 തലത്തുണ്ട്. എന്താ വെച്ചാൽ ഒരു മയ്യത്ത് നിസ്കാരത്തിലൂടെ മയ്യത്തിനും ഉപകാരമുണ്ട്, നിസ്കരിക്കുന്ന എനിക്കും ഉപകാരമുണ്ട്, രണ്ടുമുണ്ട്. ഇപ്പോൾ ഒരു മകൾ ഉമ്മാക്ക് വേണ്ടി നിസ്കരിക്കാണ്, ആ ഉമ്മാക്കും അതുകൊണ്ട് പ്രതിഫലം കിട്ടുന്നുണ്ട്, അതോടൊപ്പം തന്നെ നിസ്കരിക്കുന്ന എനിക്കും രണ്ടും ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഹദീസ് നോക്കൂ, ഇമാം മുസ്ലിം പറയുന്നതാണ് ഒരു മയ്യത്തിന് വേണ്ടി 40 പേര് നിസ്കരിച്ചാൽ, എങ്ങനെ 40 പേരാകണം? ലാ യുശ്രികൂന ബില്ലാഹി ഷൈഅ, അള്ളാഹുൽ ഷിർക്ക് ചെയ്യാത്ത 40 പേര് നിസ്കരിച്ചാൽ ഇല്ലാ ഷഫഅഹുമുല്ലാഹു ഫീ, അവരുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചിരിക്കും എന്ന് പറഞ്ഞത് മയ്യത്തിന് വേണ്ടി അവർ നിർവഹിക്കുന്ന ആ പ്രാർത്ഥന അള്ളാഹുവെ പുറത്തു കൊടുക്കണേ, ഇവർക്ക് റഹ്മത്ത് ചെയ്യണേ എന്ന് നടത്തുന്ന ആ പ്രാർത്ഥന ഉണ്ടല്ലോ, ആ പ്രാർത്ഥന ഈ 40 ആൾ വന്ന് നിസ്കരിച്ചാൽ അപ്പോൾ അത് തടഞ്ഞു വെക്കുകയാണ് ഇവർ ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ ആ 40 ആൾ നിസ്കാരം സംഭവിച്ചാൽ തന്നെ എന്ത് ചെയ്യും? അവരുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. ഇനി വേറൊരു ഹദീസിൽ കാണാം, മാമിൻ മയ്യത്തിൻ തുസല്ലി അലൈഹി ഉമ്മത്തു മിനൽ മുസ്ലിമീന, എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ഒരു സംഘം, മുസ്ലിമീങ്ങളിൽപ്പെട്ടൊരു സംഘം ആളുകൾ നിസ്കരിക്കുന്നു, യബ്ലുഗൂന മിഅത്തൻ, 100 പേര്, ഏകദേശം 100 പേര് നിസ്കരിക്കുന്നു എങ്കിൽ ഇല്ലാ ശുഫിഉ ഫിഹി, അവരുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കാതിരിക്കില്ല. അവരുടെ പ്രാർത്ഥനയൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല മയ്യത്തിന് വേണ്ടി നടത്തുന്ന പ്രാർത്ഥനകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കും എന്ന് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഒക്കെ ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസുകളാണ്. മറ്റൊരു ഹദീസിൽ കാണാം, മാലിക് ബിൻ ഹുബൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മാമിൻ മുഅ്മിനിൻ യമൂതു ഫയുസല്ലി അലൈഹി ഉമ്മത്തു മിനൽ മുസ്ലിമീന
യബ്ലുഗു അയ്യക്കൂനു സലാസത്ത് സുഫു. ഇപ്പോൾ ഒരു ഹദീസിൽ 40 ആൾ നിസ്കരിച്ചാൽ, വേറെ ഹദീസ് 100 ആൾ നിസ്കരിച്ചാൽ, വേറെ ഹദീസിൽ വന്ന് 3 സ്വഫ് ആളുകൾ നിസ്കരിച്ചു കഴിഞ്ഞാൽ ഇല്ലാ ഗുഫിറ ലഹു, അയാളുടെ പാപം പൊറുക്കാതിരിക്കും. ആണിനും പെണ്ണിനൊക്കെ ബാധകമാണല്ലോ, എല്ലാം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ലല്ലോ. അതെ, പൊതുവായി പറയാണ്, എല്ലാവർക്കും ഇത് ബാധകം നിലക്ക് പറയാണ്. മാത്രമല്ല എന്നിട്ട് ഈ ഹദീസിൻ്റെ ബാക്കിയിൽ അഹ്മദ് നബി ഉദ്ധരിക്കുന്ന ഈ ഹദീസിൻ്റെ ബാക്കിയിൽ കാണാം, ആളുകൾ കുറഞ്ഞു കഴിഞ്ഞാൽ ഇവർ 3 സ്വഫുകളാക്കും അത്ര. സാധാരണ സ്വാഭാവികമായി 3 സ്വഫ് ആവണില്ലെങ്കിൽ ഇവർ 3 സ്വഫാക്കി. ഈ ഹദീസിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ട് 3 സ്വഫാക്കും. മാലിക്കുൽ ഉബൈറ ഈ ഹദീസ് ഉദ്ധരിച്ച വ്യക്തി അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു എന്നൊക്കെ അവിടെ എടുത്തു കൊടുക്കുന്നത് കാണാൻ സാധിക്കും. ഇതാണ് മയ്യത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന അവരുടെ പാപങ്ങൾ പൊറുക്കാൻ, ഇവരുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കാൻ അത് കാരണമാകും. മയ്യത്തിന് അതിൻ്റെ പാപങ്ങൾ പൊറുക്കുന്നതാണ് ഈ ഹദീസ് എന്നൊക്കെ മനസ്സിലാക്കണം. ഇനി മാത്രമല്ല മറ്റൊരു ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്, മൻ ഷഹിദൽ ജനാസത്ത ഹത്താ യുസല്ലി അലൈഹ. ഒരാൾ ജനാസയെ അനുഗമിച്ചു, നമസ്കരിക്കുന്നവരെ അനുഗമിച്ച് അതിന് സാക്ഷിയായി കഴിഞ്ഞാൽ ഫലഹു ഖീറാത്തുൻ, ആ നിസ്കരിച്ച വ്യക്തിക്ക് ഒരു ഖീറാത്ത് പ്രതിഫലമുണ്ട്. വീണ്ടും പറയണം, വമൻ ഷഹിദഹ ഹത്താ തുദുഫന, അത് മറവാടുന്നത് വരെയാണ് ആ മയ്യത്തിന് കൂടെ സാക്ഷിയായെങ്കിൽ ഫലഹു ഖീറാത്താൻ, അവർക്ക് 2 ഖീറാത്തുകൾ കിട്ടും. സ്വാഭാവികമായും സ്വഹാബത്ത് ചോദിച്ചു, നബി എന്താണ് ഈ ഖീറാത്ത് എന്ന് പറഞ്ഞാൽ? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മിസ്ലുൽ ജബലൈനിൽ അദീമൈൻ, അത് വലിയ 2 പർവ്വതങ്ങളാണ്, അല്ലെങ്കിൽ അതിന് സമാനമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെടുക്കുക. മറ്റൊരു ഹദീസിൽ കാണാതെ ഉഹദ് പർവ്വതത്തോളം വലുപ്പമുള്ളതാണ് ഈ ഖീറാത്ത് എന്ന് പറഞ്ഞാൽ. ഉഹദ് പർവ്വതം കണ്ടവർക്കറിയാം, ഏകദേശം ഒരു 7 കിലോമീറ്ററോളം ദീർഘമുള്ള. അപ്പോൾ നമ്മളെ വീടിൻ്റെ അവിടെ നിന്ന് 7 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഏകദേശം എത്ര ഉണ്ടെന്ന് വെറുതെ ആലോചിച്ചാൽ മതി. അത്ര വലുപ്പമുള്ളൊരു പർവ്വതമാണ് ഉഹദ് എന്ന് പറഞ്ഞാൽ. അതിൻ്റെ ഉയരവും നീളമൊക്കെ നോക്കി കഴിഞ്ഞാൽ വലിയൊരു പർവ്വതമാണ്. ആ പർവ്വതത്തിൻ്റെ അത്ര പ്രതിഫലം നിസ്കരിച്ചൊരു വ്യക്തിക്ക് കിട്ടുമെന്ന് പറഞ്ഞാൽ അപ്പോൾ നമുക്ക് മനസ്സിലാവും ഈ പറഞ്ഞതിൻ്റെ ഗൗരവം എത്ര വലുതാണെന്നുള്ളത്. അതിനെയാണ് തടഞ്ഞു വെക്കുന്നത്. എല്ലാവിധ പുണ്യങ്ങളിൽ നിന്നും തടയാണ്. ഇത്രയും പുണ്യമുള്ള പ്രവാചകൻ ഇത്ര എടുത്തു പറഞ്ഞ വെറു കാര്യമല്ല, ഒരു ജായിസായ കാര്യം വേണമെങ്കിൽ ചെയ്തോട്ടെ, ഒരു വൈകാരികമായ പ്രകടനം അതല്ല, ഒരു സുന്നത്തായ വലിയ പ്രതിഫലങ്ങൾ പ്രവാചകൻ എണ്ണിപ്പറഞ്ഞ ഒരു നന്മയാണ് ഇവിടെ തടഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ദീനിലുള്ള കാര്യങ്ങൾ തടയുകയും ദീനില്ലാത്ത കാര്യങ്ങൾ പുതുതായി കൊണ്ടുവരികയും ചെയ്യുന്നതാണ് പ്രശ്നം. അതുകൊണ്ട് തന്നെ സ്വഹാബത്ത് ഇത് വലിയ കാര്യത്തിലെടുക്കുകയും അതിൻ്റെ ബാക്കിയിൽ കാണാം, മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ നിസ്കരിച്ചിട്ട് അദ്ദേഹം മറവാടുന്നത് വരെ കാത്തു നിൽക്കുക. അദ്ദേഹം എണീറ്റ് പോകുമ്പോൾ അദ്ദേഹത്തോടൊരിക്കൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഹദീസ് പറഞ്ഞു കൊടുത്തു, നിസ്കരിച്ചവർക്ക് 1 ഖിറാത്തുണ്ട്, അദ്ദേഹത്തെ മറമാടുന്നത് വരെ നിന്നു കഴിഞ്ഞാൽ 2 ഖിറാത്തുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ലഖദ് ലയ്യഅന ഖറാറിയത കസീറ, എത്ര ഖിറാത്തുകൾ ഞാൻ നഷ്ടപ്പെടുത്തി കളഞ്ഞു, എൻ്റെ ജീവിതത്തിൽ ഇത് അറിയാത്തത് കൊണ്ട് എത്ര കാര്യങ്ങൾ എനിക്ക് നഷ്ടമായി എന്ന് സ്വഹാബത്ത് സങ്കടപ്പെടുന്നത് ഹദീസുകളിൽ കാണാൻ സാധിക്കും. മാത്രമല്ല ഇപ്പോൾ ഈ ഹദീസിലൊക്കെ ആമായ പ്രയോഗമാണ്, എല്ലാവരും പറഞ്ഞു, ഒരാണ് മാത്രം ചെയ്യണമെന്നോ പെണ്ണ് മാത്രം, എല്ലാവർക്കും കൂടിയാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എന്നാൽ പെണ്ണിനത് വിലക്കുണ്ടെങ്കിൽ പ്രത്യേകത പറയണം. എന്നാൽ അത് പറഞ്ഞു ചില ഹദീസിൽ. അതിലെന്താ വന്നത്? നുഹീന അൻ ഇത്തിബാഇൽ ജനായിസ്, നിസ്കരിക്കുന്ന കാര്യമല്ല, നിങ്ങൾ ജനാസയെ അനുഗമിക്കുക, അല്ലെങ്കിൽ ജനാസയുടെ പിന്നാലെ പോയി ഖബറടക്കണ പോലെ പോവുക എന്ന കാര്യം ഞങ്ങൾക്ക് വിലക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ഉമ്മു അത്തിയ്യ റളിയല്ലാഹു അൻഹ പറഞ്ഞു. ഞാൻ നിസ്കാരത്തെക്കുറിച്ചോടെ പറഞ്ഞില്ല. നിസ്കാരം എന്നത് സ്വഹാബി വനിതകൾ, പ്രവാചകൻ്റെ ഭാര്യമാർ, പ്രവാചകൻ വഫാത്താകുമ്പോൾ വരെ സ്വഹാബത്ത് നിസ്കരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത്രയും വലിയ പ്രതിഫലമുള്ള ഒരു നന്മയാണ് ഇവർ തടയുന്നത്. ഷാഫിഈ മദ്ഹബിൽ പോലുള്ള അവിടുത്തെ പണ്ഡിതന്മാർ വരെ ഇത് നിസ്കരിക്കാൻ പറഞ്ഞ ഇമാം നവവി റഹിമഹുല്ലാഹി പോലുള്ള പണ്ഡിതന്മാരടക്കം നിസ്കരിക്കാൻ പറഞ്ഞൊരു കാര്യത്തെ ഇവർ തടഞ്ഞു വെക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഗൗരവപ്പെട്ടൊരു കാര്യം. ഇമാം ഷാഫി വസിയത്ത് ചെയ്തു. അതെ, വസിയത്ത് ചെയ്തു. ഇത്രയും പുണ്യമുള്ള ഒരു നന്മ, ഒരു ഇബാദത്ത്, അതാണ് സത്യത്തിൽ ഇവർ തടയുന്നത്. അതുകൊണ്ട് ശ്രോതാക്കളോട് പറയാനുള്ളത്, പുരോഹിതന്മാരെ തള്ളി പ്രമാണത്തിലേക്ക് നമ്മൾ കടന്നു വന്നാലേ നമുക്ക് യഥാർത്ഥ ദീന് സാധ്യമാവുകയുള്ളൂ, ഇത്രയും പുണ്യങ്ങൾ വാരിയെടുക്കാൻ സാധിക്കുള്ളൂ എന്നാണ് കൂട്ടിച്ചേർക്കാനുള്ളത്.